ബാവക്ക തന്നെയാണ് 100% വിജയിച്ച് വരേണ്ട ഒരു വ്യക്തി. ബാവക്ക ജയിച്ചാൽ ബാവക്കാർക്ക് എല്ലാ കാര്യവും ജനങ്ങൾക്കാണ് കാര്യം. പാവപ്പെട്ടവർക്ക് നല്ല സഹായം അതാണ് വേണ്ടത്. അങ്ങനത്തെ നേതാവിനെ വേണ്ടത്. ബാവക്കല്ലാത്ത സൂപ്പർ വ്യക്തിയാണ്, ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്. ആള് സൂപ്പറായിട്ട് ജയിച്ചെടുക്കല്ലേ. വോട്ടിൽ ഒതുങ്ങാത്ത ചോദ്യങ്ങളുമായി വോട്ടറുടെ ശബ്ദം ഇന്ന് എത്തി നിൽക്കുന്നത് തലക്കശ്ശേരി ഡിവിഷനിലാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ, ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. തലക്കശ്ശേരി ഡിവിഷനിൽ ആര് ജയിക്കുന്ന ചേട്ടന് തോന്നണത്? കാരണം മൂപ്പര് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം തൃത്താല നിയോജക മണ്ഡലത്തിൽ എല്ലാവരും അറിയപ്പെടുന്നവർ അത്രക്കും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ സഹായിക്കാൻ മനസ്സിലൊരു മനുഷ്യനാണ്. അയാൾക്ക് എല്ലാവിധ ആശംസകളും നേരും. ബാവക്ക നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ നാട്ടിലൊരു വ്യക്തിയാണ്. രാഷ്ട്രീയപരമായിട്ട് നല്ലൊരു വ്യക്തിത്വമുള്ള ആൾ തന്നെയാണ്. പിന്നെ പാർട്ടിപരമായിട്ടും പൊതുവെ ഒരു ഗുണകരമായുള്ള ആൾ തന്നെ. ബാവക്ക ജയിക്കും. ബാവക്ക നല്ല വ്യക്തിയാണ്, നാട്ടിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് പോണ റോഡ് തീരെ മോശമായിരുന്നു, പഞ്ചായത്തിന് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് 130 മീറ്റർ റോഡ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നേരാക്കി തരുന്ന ആളാണ്. അപ്പോൾ അത്രയും നാടിന് വേണ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. ജയിക്കണം, ജയിച്ചിരിക്കണം, അതാണ് നമ്മളെ ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യം മൂപ്പര് ഇവിടെ ഞങ്ങളുടെ വാർഡിൽ നിന്നിരുന്നു. ഇപ്പം ഞങ്ങളുടെ വാർഡിൽ നിന്ന് അടുത്ത വാർഡിലേക്ക് മാറിയതിലുള്ള വിഷമമാണ്. അയാൾ വളരെ നല്ല കാര്യങ്ങളും പൊതുപ്രവർത്തനത്തിൽ വളരെ ഭംഗിയായിട്ട് നാടായിട്ടും റോഡായിട്ടും പാവങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ ായിട്ടും പാവപ്പെട്ടവർക്ക് കാരുണ്യ പ്രവർത്തനം, മരുന്ന് മേടിക്കാൻ പൈസ, ബാവക്കയുടെ ഓളിനെ ശമ്പളം ഒരു വർഷത്തെടുത്തിട്ട് പാവപ്പെട്ടവർക്ക് ആട്, പിന്നെ കട്ടില്, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് റോഡ് ചെയ്തെടുത്തു, വാട്ടർ ടാങ്ക് വെച്ചു കൊടുത്തു, കുഴൽ കിണർ അടിച്ചു കൊടുത്തു, പൈപ്പ് ലൈൻ അടിച്ച ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മാലേക്കൽ ബാവക്ക. ബാവക്കാരൻ്റെ ഇത് ബാവക്ക തന്നെ ഉള്ളൂ. വേറെ ഒരു സ്ഥാനാർത്ഥി ബാവക്കയുടെ മാതിരിയുള്ള ഒരാൾ ഇവിടെ ഇപ്പോൾ ഇല്ല. എങ്കിൽ ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണെന്നുള്ളത് 100% നല്ലതാണ്. ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബാവക്കാരനെ ജയിപ്പിക്കും. ബാവക്ക ജയിച്ചാൽ ബാവക്കാർക്ക് എല്ലാ കാര്യവും ജനങ്ങൾക്കാണ് കാര്യം. 100% ഉറപ്പാണ്. 100% ജയിച്ചു കിടക്കുക തന്നെയാണ്. ഇനിയിപ്പോൾ പറയാനൊന്നുമില്ല. അഭിപ്രായം നല്ല അഭിപ്രായമാണ്, നല്ല വ്യക്തിയാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നൊരു മനുഷ്യനാണ്. അതാണ് അവരുടെ പ്രത്യേകത. ഒരു ജാതിഭേദമെന്നല്ല, എല്ലാ മനുഷ്യനും ഒരേമാതിരി കാണുന്ന ഒരു മനുഷ്യനാണ്. ഒരു 100% ജയിച്ചു കിടക്കുകയാണ്. ജയിക്കാൻ ബാക്കിയൊന്നുമില്ല. നല്ല പ്രവർത്തനങ്ങളാണ്, ഒരുപാട് വികസനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. കുറേ നല്ല റോഡ് ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ കോട്ടപ്പാടത്തായിട്ടും പലയിടത്തും ചെയ്തിട്ടുണ്ട്. നല്ല ജനങ്ങളായിട്ടുള്ള നല്ല ബന്ധങ്ങളാണ്. ഒരുപാട് വികസനങ്ങളുണ്ട്. തർക്കമില്ലാത്ത വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എല്ലാ സഹായക്കാരനും ചെയ്യുന്നു. ജയിക്കും 100%. ബാവക്കല്ലാത്ത സൂപ്പർ വ്യക്തിയാണ്, ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്. എല്ലാ നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് ആൾക്ക്. നല്ലത് തന്നെ, നല്ല ആള് ജയിക്കും. ആള് ജയിച്ചു കിടക്കല്ലോ. നല്ല അഭിപ്രായം, നല്ല ആളാണ്. ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. എന്ന് സംശയമൊന്നുമില്ല. നല്ല വ്യക്തിയാണ്, നല്ല ഒരാളാണ്. അദ്ദേഹം ജനസമ്മതിയുള്ള ഒരു നേതാവാണ്, എപ്പോഴും ജനമധ്യത്തിലുള്ള ഒരു വ്യക്തി. ആളുടെ കഴിഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ശ്ലാഘനീയായിരുന്നു, നല്ല പ്രവർത്തനമായിരുന്നു. ജനങ്ങൾക്ക് നല്ല പ്രതികരണമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. ബാവക്ക കുഴപ്പമില്ല, നല്ല സ്ഥാനാർത്ഥിയാണ്, വിജയിക്കേണ്ടതാണ്. ആളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനമാണ്. എല്ലാ വികസനങ്ങളും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നല്ല സ്ഥാനാർത്ഥിയാണ്, വിജയിക്കണം. ബാവക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനത്തെ ആളുകളാണ് നമ്മുടെ ബ്ലോക്കിലായാലും പഞ്ചായത്തിലായാലും ഒക്കെ വിജയിച്ചു വരുന്നത്. ജനങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ജനങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് വരേണ്ടത്.
100% വിജയസാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വികസനങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഭാഗത്തുള്ള റോഡുകളാണെങ്കിലും ഒക്കെ നല്ല രീതിയിലൊക്കെ ആയിത്തീർന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം തന്നെ പാവങ്ങൾക്ക് ഹെൽപ്പായിട്ട് എന്താ പറയുക, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ചെലവഴിക്കുന്നുണ്ടെന്നുള്ള നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനത്തെ വ്യക്തികൾ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത്. ജനങ്ങൾക്ക് സപ്പോർട്ടായിട്ടും ഹെൽപ്പായിട്ടും നിൽക്കുന്ന വ്യക്തികൾ. അതിൽ പിന്നെ ബാവക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായം തന്നെയാണ്. ബാവക്ക തന്നെയാണ് 100% വിജയിച്ച് വരേണ്ട ഒരു വ്യക്തി എന്ന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാർഡ് ചെയ്ത മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ്. ഒരു കുഴപ്പമില്ല, നല്ല സ്ഥാനാർത്ഥി, എല്ലാ സഹായവും നല്ല സ്ഥാനാർത്ഥിയാണ്. കുഴപ്പമില്ല, നല്ല അഭിപ്രായം. ആള് ജയിക്കും ഇവിടെ? ആള് സൂപ്പറായിട്ട് ജയിക്കുക. ജയിച്ചെടുക്കല്ലേ നല്ല അഭിപ്രായമാണ്. എന്നെ സംബന്ധിച്ചിട്ട് നല്ല അഭിപ്രായമാണ്. ആളിവിടെ ജയിക്കും വേണം. എങ്ങനെയാണ് ആളുടെ ഒരു ഇതൊക്കെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് നടക്കുന്നത്. എല്ലാവർക്കും നല്ല സഹായമുണ്ട്. നല്ല വ്യക്തിയാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്. എല്ലാവർക്കും നല്ല ഉപകാരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ആളാണ്. നല്ല വ്യക്തിയാണ്. സ്വന്തം പോക്കറ്റിൽ നിന്ന് 2 റോഡുകൾ പണിയെടുക്കുന്നത്. പല വികസന പ്രവർത്തനവും പോക്കറ്റിൽ നിന്നും ബ്ലോക്കിൽ നിന്ന് അല്ലാതെയും ഒരുപാട് വികസനങ്ങളും ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പ്രവർത്തനങ്ങളൊക്കെ നല്ല പ്രവർത്തനമായിരുന്നു. വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ല സ്ഥാനാർത്ഥിയാണ്. എല്ലാവർക്കും എല്ലാ കാര്യത്തിനും എപ്പോഴും സമീപിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി. ഇതിനു മുമ്പത്തെ വാർഡിലും ഇപ്പോൾ ഈ മത്സരിക്കുന്ന വാർഡിലും എല്ലാവർക്കും സാമ്പത്തികരാണ്. പട്ടിത്തല പഞ്ചായത്തിൽ തുടർ ഭരണം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് UDFിൻ്റെ പ്രവർത്തകർ നടത്തുന്നത്. പിന്നെ ഈ വെങ്കര വാർഡ് എക്കാലത്തും UDFിൻ്റെ ശക്തി കേന്ദ്രമാണ്. 300-ൽ കുറയാത്ത വോട്ടുകൾ പട്ടിത്തല പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം നൽകുന്ന ഒരു വാർഡാണ്. അത് ബാവക്കാക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുക. ബാവക്ക നല്ലൊരു വ്യക്തിയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ നിന്നിരുന്ന ആളാണ്. ഒരുപാട് വികസനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മൂപ്പരെ കൊണ്ട് കഴിയുന്നതും എല്ലാത്തിനും മൂപ്പരെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടും ഒരുപാട് വികസനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും മൂപ്പര് വരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. പാവപ്പെട്ടവർക്ക് നല്ല സഹായം അതാണ് വേണ്ടത്. അങ്ങനത്തെ നേതാവിനെ ഞങ്ങൾക്ക് വേണ്ടത്. മാളേക്കൽ ബാവക്കാനെ പറ്റി പറയുകയാണെങ്കിൽ കാരുണ്യത്തിൻ്റെ കരുതലാണ് ആള്. പിന്നെ നമ്മുടെ നാടിന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയെ പറയുകയാണെങ്കിൽ മാളേക്കൽ ബാവ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ നാടിന് ആവശ്യം. തലക്കശ്ശേരി ഡിവിഷനിൽ നിന്ന് മാളേക്കൽ ബാവക്ക് ജയിച്ചു വരാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തലക്കശ്ശേരി ഡിവിഷനിൽ മത്സരിക്കുന്ന ബാവ മാളിയേക്കലിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ്. നല്ല ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആലൂർ ഡിവിഷനിൽ നിന്നായിരുന്നു. ആളുടെ 5 വർഷ കാലയളവിൽ ആൾക്ക് കിട്ടുന്ന ഓണറുകൾ മൊത്തം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും പല രീതിയിലും അയാളെ മുന്നേ തന്നെ ഓണറിയാം. ഇവർ നാട്ടിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവർക്കും ചെലവഴിച്ചൊരു മനുഷ്യനാണ്. പിന്നെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എന്ത് സഹായം ആള് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ കിട്ടിയാൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങൾ കോട്ടപ്പാട്ടുകാർ ഇത് എല്ലാവരിലേക്ക് എത്തിക്കാൻ ആൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആളൊരു വ്യവസായിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലും അയാൾ ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ചുടുവല്ലി ഈ കോട്ടപ്പാട് മറ്റേ തണ്ണീർക്കോട് മുട്ടിക്കുന്ന റോഡിൽ പഞ്ചായത്തിൻ്റെ പരിധി വിട്ടിട്ട് പഞ്ചായത്തിൽ നിന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അയാൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് 3,60,000 മുടക്കിയിട്ട് 100 ചില്ലറ മീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ട് ജനങ്ങൾക്ക് പോകാൻ അനുയോജ്യമാക്കി തന്ന ഈ മെമ്പറിന് ഇവിടെ കക്ഷി രാഷ്ട്രീയ അതീതമായി എല്ലാവരും വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇങ്ങനത്തെ ഒരു മെമ്പറിനാണ് എല്ലാവരും കൊതിക്കുക. അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മെമ്പറാണ്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്രാവശ്യം തലക്കശ്ശേരി ഡിവിഷനിൽ നിന്ന് ബാവക്ക ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.